ആൻഡ് ഹിയർ ഇറ്റ് ഈസ് യുവർ ഓപ്ഷൻ. നിങ്ങളുടെ ഓപ്ഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നമ്മുടെ മ്യൂസീഷ്യൻസ് ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. അടുത്ത പാട്ടിലേക്ക് പോവാണ്. സോ ആർ യു ഗൈസ് റെഡി ഫോർ ദ നെക്സ്റ്റ് റൗണ്ട്? നമ്മുടെ രഞ്ജിതേട്ടൻ അടുത്ത പാട്ട് ഇപ്പോൾ തന്നെ വായിക്കുന്നതാണ്. സോ ആരാണ് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൈ റൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ആരാണ് ആദ്യമേ കൈ പൊക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ പാട്ട് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത് ഏബൽ ആണ് അല്ലേ? കൂട്ടുകാരെ, പാലക്കാടുള്ളൊരു വിവാഹം ഹോസ്റ്റ് ചെയ്യാൻ പോയ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരായ ജോസാറിൻ്റെയും സാറാമ്മ ടീച്ചറുടെയും ഒരേ ഒരു മകനാണ് ബിമൽ. ബിമൽ UK യിലാണ് വർക്ക് ചെയ്യുന്നത്. ബിമൽ വിവാഹം കഴിച്ച കുട്ടി ഷെറിൻ മിലിറ്ററി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവരുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ്, ആ ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യാനാണ് ഞാൻ പോയത്. വെച്ച് എൻ്റെ പ്രിയപ്പെട്ട നൈബേഴ്സും അതോടൊപ്പം തന്നെ എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ച ബാച്ച്മേറ്റ്സുമായിട്ടുള്ള ലിബിൻ, ലിജിത, അവരുടെ പാരൻസ് ലീലാൻറ്റി, ഗോപി അങ്കിൾ, അവരെല്ലാവരെയും മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, പുള്ളീനെ മീറ്റ് ചെയ്തു. പിന്നെ എന്നെ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ്, ഹൈസ്കൂളിലൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കുറേ ടീച്ചേഴ്സിനെ അവിടെ വെച്ച് കാണാൻ സാധിച്ചു. എല്ലാവർക്കും എന്നിലുണ്ടായ വലിയ മാറ്റങ്ങളെ അത്ഭുതത്തോടു കൂടി കണ്ടു. ഒരുപാട് പേര് സന്തോഷം അറിയിച്ചു. ടീച്ചേഴ്സ് എല്ലാവരും വീണ്ടും കാണാൻ പറ്റിയതിൽ, ഇത്രയും ദൂരെ നിന്നും ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതുകൊണ്ടാണ് കാണാൻ പറ്റിയത് എന്നുള്ള സന്തോഷങ്ങളൊക്കെ അവരും പങ്കുവച്ചു. ഒരുപാട് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. ഇതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്നെ കാത്തിരിക്കുന്ന എൻ്റെ കൂട്ടുകാരികളെ കാണാനാണ് ഞാൻ പോയത്. LP ക്ലാസ്സിലും അതോടൊപ്പം തന്നെ ഹൈസ്കൂളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുറേ കൂട്ടുകാരികൾ രാവിലെ മുതൽ എന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ കാണാനായിട്ട് ഞാൻ ചെന്നത് പോത്തുണ്ടി ഡാമിനടുത്തുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കിലാണ്. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടി കാത്തിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളായിട്ടുള്ള സജിത, അഖില, നിമിത, ഷമീന, അഞ്ജു എന്നിവരാണ്. ഒപ്പം അഞ്ജുവിൻ്റെ മക്കളും നിമിതയുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാവരെയും കണ്ടു, കുറേ വിശേഷങ്ങൾ പറഞ്ഞു, ഫോട്ടോസ് എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. വളരെ സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ബിക്കോസ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. ഓരോരുത്തരുടെയും കറണ്ട് സ്റ്റാറ്റസ് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അന്നവിടെ കണ്ടപ്പോഴാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയത്. അല്പനേരം സംസാരിച്ചിരുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒരുപാട് സ്നേഹത്തോടെ ഇനിയും അടുത്ത മീറ്റിംഗ് ഉടൻ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു തീരുമാനം എടുത്താണ് ഞങ്ങൾ പിരിഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.